നമസ്കാരം. 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 26 ശനിയാഴ്ച, കർക്കടകം 10. സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പുകളുണ്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്, 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. അതോടൊപ്പം ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിളിച്ച യോഗമുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയോടൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യത. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയത് മഴയുടെ ശക്തി വർദ്ധിപ്പിക്കും. വിശദാംശങ്ങളുമായി ഇപ്പോൾ മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്നും, സൂര്യശ്രീ കൊച്ചിയിൽ നിന്നും, മിഥില ബാലൻ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. ആദ്യം മേഘന മുരളിയിലേക്കാണ്. മേഘന, എന്തൊക്കെയാണ് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകൾ? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ പ്രവചനം അനുസരിച്ച് ഇന്ന് 7 ജില്ലകൾക്കാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. അത് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകൾക്കാണ് ഈ ഓറഞ്ച് അലർട്ട്, അതിശക്തമായ മഴ പെയ്യുമെന്നുള്ളൊരു പ്രവചനമുള്ളത്. ഇന്നും അതിശക്തമായ മഴ തന്നെ പല ജില്ലകളിലും പ്രതീക്ഷിക്കണം എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. അതുപോലെ നാളെ മുതൽ ഈ അതിശക്തമായ മഴയൊന്നു മാറി മഴയ്ക്ക് ചെറിയൊരു കുറവ് വരാനും ശമനമുണ്ടാകാനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. അതുപോലെ തന്നെ മണിക്കൂറിൽ ഈ മഴ പെയ്യുന്നതിനോടൊപ്പം തന്നെ കാറ്റിനെയും സൂക്ഷിക്കുക. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ, ചിലപ്പോൾ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റിനെയും സൂക്ഷിക്കുക എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. അതുപോലെ തന്നെ ഈ മഴയുടെ കാരണമായി പറയുന്നതും അറബിക്കടലിൽ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെയുള്ള ന്യൂനമർദ്ദ പാത്തിയും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ ശക്തി വർദ്ധിച്ച് അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതുമാണ് മഴ ശക്തി പ്രാപിക്കാനുള്ള കാരണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസം, കടലാക്രമണത്തിനുള്ള സാധ്യത ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. കൂടാതെ ഈ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഈ മാസം 28 വരെ തുടരും. കൂടാതെ ഈ നദീ തീരങ്ങളിൽ താമസിക്കുന്നവർക്കടക്കം ഈ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് മുന്നിൽ കണ്ട് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. അങ്ങനെ ഇന്ന് രാത്രി വൈകിയും മഴ തുടരും. പക്ഷേ നാളെ മുതൽ ഈ മഴയ്ക്ക് നാളെ ഒരു ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി ഉച്ചയ്ക്ക് പുതുക്കിയ ഒരു പ്രവചനം വരുമ്പോൾ അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെയുള്ളൊരു പ്രവചനം അനുസരിച്ച് നാളെ ഒരു ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നിലവിലില്ല. അങ്ങനെ ഇന്നുകൂടി മഴ ശക്തമായി പെയ്ത് നാളത്തോടെ മഴയുടെ ശക്തി കുറയുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇന്ന് 7 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പും നിലവിലുണ്ട്. മേഘന മുരളിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മിഥില ബാലൻ കൂടി ചേരുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, ഗുഡ് മോർണിംഗ്. ഈ പലയിടങ്ങളിലും നല്ല മഴ, ശക്തമായ മഴ, അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റ്, അത് വലിയ ഭീഷണിയാകുന്നുണ്ട് പലയിടങ്ങളിലും. ഇന്നിപ്പോൾ കോഴിക്കോട് രാവിലെ മഴയുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് സ്മിത, ഉന്മേഷ്. കോഴിക്കോട് പ്രത്യേകിച്ച് മലബാറിലെ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. പക്ഷേ അതിതീവ്ര മഴ മുന്നറിയിപ്പ് എവിടെയുമില്ല. പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മലബാറിലെ മറ്റ് ജില്ലകൾ നോക്കുകയാണെങ്കിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണുള്ളത്. കാസർഗോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിലവിലിപ്പോൾ മഴയില്ല. പക്ഷേ കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ ഇന്നലെ രാത്രി ഇടവിട്ട് അതിശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ചാറ്റൽ മഴയാണുള്ളത്. ഈ യെല്ലോ അലർട്ടാണ് കോഴിക്കോടുള്ളത്. യെല്ലോ അലർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആ യെല്ലോ അലർട്ടിന് ആവശ്യമായ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇന്നലെയും നമ്മൾ കണ്ടതാണ്, കോഴിക്കോട് ഉൾപ്പെടെ മലബാറിലെ ജില്ലകളെല്ലാം തന്നെ കെടുതി ഉണ്ടായിട്ടുണ്ട്. വീടുകൾക്ക് മുകളിലേക്ക് മരം വീഴുന്നു, വീടുകളുടെ ഷീറ്റ് പറന്നു പോകുന്നു. ഒപ്പം തന്നെ നല്ല വൈകിട്ടാകുമ്പോഴേക്കും നല്ല അതിശക്തമായ ഒരു കാറ്റും ഉണ്ടായിരുന്നു കോഴിക്കോടിൻ്റെ ചില മേഖലകളിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നലെയും ഇത്തരത്തിലുള്ള കെടുതികൾ കോഴിക്കോട് ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലബാറിലെ ജില്ലകളിലൊന്നും തന്നെ അതിതീവ്ര മഴ മുന്നറിയിപ്പില്ല. പക്ഷേ മഴ മുന്നറിയിപ്പുണ്ട്. നിലവിൽ കോഴിക്കോട് ചാറ്റൽ മഴയാണ്. അതേസമയം തന്നെ ഈ തീരദേശ മേഖലകളിലുള്ളവർക്ക് പ്രത്യേകിച്ച് കാറ്റ് വീശാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ, മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്മിത. ശരി, മിഥില ബാലനാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിരിക്കുന്നത്.
ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്ക് ശുപാർശ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയെന്നും ജയിൽ ഡിഐജിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് ശേഷം പരിശോധന നടന്നില്ലെന്ന് കണ്ടെത്തൽ. സെല്ലിലെ ലൈറ്റുകൾ രാത്രി പ്രവർത്തിച്ചില്ല. 6 മാസമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. അരുൺ പൂപ്പറമ്പയുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടായി എന്നാണ് ഈ ജയിൽ ഡിഐജിയുടെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്? അരുൺ, രണ്ട് തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ജയിൽ വകുപ്പിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം പോലീസിന്റെ പ്രത്യേകം SIT രൂപീകരിച്ചുള്ള അന്വേഷണവും സംഘത്തിന്റെ അന്വേഷണവും ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ജയിൽ DIGയുടെ അന്വേഷണത്തിലെ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച കണ്ണൂർ ജയിലിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായി തന്നെ വിവരശേഖരണത്തിൽ ലഭിച്ചിട്ടുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിരീക്ഷണ ക്യാമറയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, അതീവ സുരക്ഷാ ബ്ലോക്കാണ് 10ാം ബ്ലോക്ക്. അതിലെ B സെല്ല്. അവിടെ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ മുഴുവൻ സമയവും നിരീക്ഷണ വലയത്തിലാണ്. CCTV സർവൈലൻസ് ഉള്ളതാണ്. അവിടെ രാത്രി നിരീക്ഷണ ക്യാമറകൾ ഈ ക്യാമറകൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി, ഈ സെല്ലുകളിലെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഡ്യൂട്ടിയിൽ ആളുണ്ടാവേണ്ടതാണ്. പക്ഷെ അതുണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ ജയിൽ ചാടുന്ന ദൃശ്യങ്ങൾ അവിടുത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. അതായത് ഈ സെല്ലിൽ നിന്ന് ചാടുന്ന പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ ഈ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ ഇത് നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഡ്യൂട്ടിയിൽ ആളുണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. മറ്റൊന്ന്, ഈ രാത്രി സമയങ്ങളിൽ ഈ പ്രത്യേകിച്ച് ഈ സെല്ലുകളിൽ 2 മണിക്കൂർ ഇടവിട്ട് രാത്രിയിലുള്ള ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഈ കാര്യങ്ങൾ പരിശോധിക്കണം. ഓരോ സെല്ലിലും കാര്യങ്ങൾ പരിശോധിച്ച് അത് സൈൻ ചെയ്യണം. ഓരോ 2 മണിക്കൂറിനിടയിലും സൈൻ ചെയ്യണം എന്നതാണ് ഈ ജയിൽ ചട്ടം. പക്ഷേ അതും പാലിക്കപ്പെട്ടില്ല. ഗോവിന്ദചാമി ജയിൽ ചാടിയ അന്നേ ദിവസം രാത്രി 12 മണിക്ക് ശേഷം ആ പരിശോധന നടന്നിട്ടില്ല എന്നതാണ് DIGയുടെ ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സെല്ലുകളിൽ രാത്രി സമയങ്ങളിൽ ഈ അന്തേവാസികൾ ഉറങ്ങിക്കിടക്കുന്ന, തടവുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയമാണെങ്കിലും പൂർണ്ണ സമയത്തും ഈ ലൈറ്റുകൾ പ്രവർത്തിക്കണം. സെല്ലിലെ ലൈറ്റുകൾ ഓഫാക്കാൻ വേണ്ടി പാടില്ല എന്നതാണ് മറ്റൊരു ജയിൽ ചട്ടം. അതും ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ ഗോവിന്ദചാമി അത് ഈ സെല്ലിൻ്റെ ഇരുമ്പ് പഴുതിനും തൊട്ട് പുറത്താണ് ഇതിൻ്റെ ഈ ലൈറ്റുകളുടെ സ്വിച്ച് ഉണ്ടാവുക. അത് കൈ പുറത്തേക്കിട്ട് അത് ഓഫാക്കാൻ സാധിക്കും എന്നതാണ് പറയുന്നത്. അങ്ങനെ ഗോവിന്ദചാമി ഓഫാക്കിയതായിരിക്കാം എന്നതാണ് പറയുന്നത്. പക്ഷേ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഈ സെല്ലിൽ നിന്ന് ഗോവിന്ദചാമി പുറത്തിറങ്ങുന്നത് 1:10 അതിനുശേഷം 4 മണിക്ക്, പുലർച്ചെ 4 മണിക്ക് ശേഷമാണ് ഈ ജയിൽ ചാട്ടം നടക്കുന്നത്. അപ്പോൾ അത്ര സമയം ഈ സെല്ലുകളിൽ ഈ ലൈറ്റ്, ഈ പ്രത്യേകിച്ച് B സെല്ലിൽ ലൈറ്റ് ഓഫായി കിടക്കുകയായിരുന്നു. അത് ഈ നിരീക്ഷണ ക്യാമറകൾ എല്ലാ സെല്ലിലുമുണ്ട്. അതിലൂടെ ഈ ലൈറ്റ് ഓഫായത് ശ്രദ്ധിക്കുന്നതാണ്. രാത്രി അതിൽ ഡ്യൂട്ടിയിൽ ഈ നിരീക്ഷണ ക്യാമറകൾ കൃത്യമായ സെല്ലിൽ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഡ്യൂട്ടിയിൽ ആളില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം ശ്രദ്ധിക്കാതെ വന്നത് എന്നതാണ് ഈ പ്രാഥമിക റിപ്പോർട്ടിൽ എന്തായാലും പറയുന്നത്. മറ്റൊന്ന്, ഈ ഇലക്ട്രിക് ഫെൻസിംഗ് ആണ്. ഇത് 7.5 മീറ്റർ ഉയരമുള്ള ഈ ജയിലിൻ്റെ മതിലിൻ്റെ മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. അതും മറികടന്നാണ് അതിൽ ഈ തുണി കെട്ടിയാണ് ഈ ഗോവിന്ദചാമി പുറത്തേക്ക് കടന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫെൻസിംഗ് 6 മാസമായി പ്രവർത്തിക്കുന്നില്ല. അതിൽ 1.5 മാസം മുമ്പ് അതിൻ്റെ തകരാർ പരിഹരിച്ചു എന്ന് ജയിൽ അധികൃതർ അറിയിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ അത് പ്രവർത്തിച്ചില്ല. അതിൽ വൈദ്യുതി പ്രവാഹം പിന്നീടും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ ഇപ്പോൾ അന്വേഷണത്തിൽ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ 6 മാസമായി ഇലക്ട്രിക് ഫെൻസിങ്ങും പ്രവർത്തിക്കില്ല. അങ്ങനെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഇതിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ട്. ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്ക് ഈ റിപ്പോർട്ടിൽ, പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ശുപാർശ ചെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ അത് കഴിഞ്ഞ ദിവസത്തെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ കൊടും കുറ്റവാളി ആണ് ഗോവിന്ദചാമി. സാധാരണ ചെറിയ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തല്ല അകത്തു പോയിട്ടുള്ളത്. അതിൽ അതീവ സുരക്ഷ വേണ്ടതാണ്. ദിവസങ്ങളെടുത്താണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയതെന്ന് അയാൾ തന്നെ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസത്തെ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരു നിമിഷത്തെ ഒരു പാളിച്ചയോ സുരക്ഷാ വീഴ്ചയോ ആയി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല. പല ഉദ്യോഗസ്ഥർ ഒരു പക്ഷേ ഡ്യൂട്ടിയിൽ മാറി മാറി വന്നു കാണും പല ദിവസങ്ങളിലായി. അപ്പോൾ എവിടെയും ഈ ഒരു സുരക്ഷാ വീഴ്ച ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളത് അതീവ ഗുരുതരമായ ഒരു കാര്യമായി തന്നെ കാണേണ്ടതല്ലേ? അത് അങ്ങനെ തന്നെയല്ലേ? അസ്മിത, ഇതിൽ ഈ ജയിൽ ചാട്ടം നടന്ന അന്നേ ദിവസത്തെ സംഭവങ്ങൾ മാത്രമല്ല, ഈ ഇരുമ്പ്, അതായത് നമ്മുടെ സെല്ലിലെ ഇരുമ്പ് കമ്പി മുറിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പും അതിന് ആവശ്യമായിട്ടുള്ള ഈ ബ്ലേഡ് സമാനമായിട്ടുള്ള ആ ആയുധം ഉൾപ്പെടെ കണ്ടെത്തുകയും അത് ഈ സെല്ലിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വളരെ പതിയാണ് ഇത് മുറിച്ചു തുടങ്ങിയത്. അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു. അതിൻ്റെ വിവരങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നതാണ്. ഇതെല്ലാം ഈ ജയിൽ ഉദ്യോഗസ്ഥർ, ഇത് സുരക്ഷാ ജീവനക്കാർ അത് ശ്രദ്ധിക്കാതെ പോയി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, എല്ലാ ദിവസവും റൊട്ടീനായിട്ടുള്ള പരിശോധന സെല്ലിൽ നടക്കേണ്ടതാണ്. അത്തരം റൊട്ടീൻ പരിശോധനകൾ, പ്രത്യേകിച്ച് അതീവ സുരക്ഷാ സെല്ലാണ്, ബ്ലോക്കാണ്. അവിടെ ഇത്തരത്തിലുള്ള കുറ്റവാളികളാണ് ഉള്ളത്. അപകടകാരിയായിട്ടുള്ള കുറ്റവാളികൾ പാർപ്പിക്കുന്ന ആ ബ്ലോക്കിൽ ദിവസേനയുള്ള പരിശോധന നടന്നിട്ടില്ലേ എന്ന ചോദ്യം അവിടെ പ്രസക്തമായി ഉയരുകയാണ്. അങ്ങനെ പരിശോധന നടന്നിട്ടുണ്ടെങ്കിൽ ഈ സെല്ലിൽ ഇത്തരത്തിലൊരു ആയുധം അയാൾ സൂക്ഷിച്ച് ഇത്തരത്തിൽ ദിവസങ്ങളായി ഈ കമ്പി മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുവെന്നും എന്തുകൊണ്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി എന്നത് ഈ ഗോവിന്ദചാമിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അങ്ങനെ ശ്രമം നടത്തിയാലും പ്രത്യക്ഷമായി തന്നെ കാണുന്ന ഈ സെല്ലിലെ ആ ഇരുമ്പ് കമ്പി മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പ് മാസങ്ങളായി നടക്കുന്നു എന്ന് പറയുമ്പോൾ ആ ആസൂത്രണം എന്തുകൊണ്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തായാലും അത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണം, ആ അന്വേഷണം നടത്താൻ മാത്രമേ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകൂ. മറ്റൊന്ന്, ജയിലിനകത്ത് തന്നെ എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയം ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ഗോവിന്ദചാമി ഇത് ഒറ്റക്കാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? ഗോവിന്ദചാമിയുടെ മൊഴിയിൽ പറയുന്നത് താൻ ഒറ്റക്കാണ് ഇങ്ങനെ ചെയ്തത്. മറ്റ് ചില തടവുകാർക്ക് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു, അവരോട് ഈ കാര്യം പങ്കുവച്ചിരുന്നു. ഈ സെല്ലിൽ തന്നെ ഉണ്ടായിരുന്ന സഹതടവുകാരനോട് ഇതിൽ കാര്യങ്ങൾ പങ്കുവച്ച് അയാളും ഈ പദ്ധതിയുടെ ഈ ആസൂത്രണത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഗോവിന്ദചാമിക്ക് മറ്റെന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും വിശദമായ അന്വേഷണം ആവശ്യമാണ്. ശരി, അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഗോവിന്ദചാമി ജയിൽ ചാടിയതിന് പിന്നാലെ സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നാണ്. യോഗത്തിൽ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി, ജയിൽ മേധാവി, ജയിൽ DIGമാർ, സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർ എന്നിവർ പങ്കെടുക്കും. രാവിലെ 11 മണിക്ക് ഓൺലൈനായാണ് യോഗം. മേഘ്ന മുരളി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മേഘ്ന, ഇപ്പോൾ അരുൺ പൂപ്പറമ്പ പറയുകയായിരുന്നു, പലതരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ വന്നിട്ടുണ്ട്, അക്കാര്യം അത് കൂടുതൽ പരിശോധിക്കണം, നടപടികൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു കൊടും കുറ്റവാളിക്ക് ഇങ്ങനെ രക്ഷപ്പെടാമെങ്കിൽ നമ്മുടെ ജയിലുകളിലെ സുരക്ഷ അത് വീണ്ടും പരിശോധിക്കേണ്ടതല്ലേ? ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തര യോഗം ചേരുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടും. ആരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്? എപ്പോഴാണ് ഈ യോഗം തുടങ്ങുക? സ്മിത, തീർച്ചയായും അരുൺ പറഞ്ഞതിന് തുടർച്ച തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇന്നലെ ഈ വാർത്ത പുറത്തു വരുമ്പോൾ അത് അതീവ ഞെട്ടലോടുകൂടി തന്നെയാണ് പുറം ലോകം അറിഞ്ഞത് എന്നുള്ളതാണ്. കാരണം എങ്ങനെ ഈ അതിതീവ്ര സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന്, അതും 10ാം ബ്ലോക്കിൽ നിന്ന് എങ്ങനെ ഈ ഗോവിന്ദചാമിക്ക് പുറത്തേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ജയിൽ മേധാവി ഇപ്പോൾ ഒരു പ്രാഥമിക ഘട്ടത്തിൽ ഒരു വീഴ്ച സമ്മതിച്ചിട്ടുണ്ട്. അതായത് അതിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം വിളിക്കുന്നത്. ആ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ. അതിൽ ഈ ഗോവിന്ദചാമിയെ കിണറിൽ നിന്ന് പിടികൂടുമ്പോൾ അടുത്തു നിന്ന് ഒരു ഭാണ്ഡം കിട്ടിയിരുന്നു. അതിൽ നിന്ന് ഈ ജയിൽ അറകൾ മുറിക്കാനുള്ള ആയുധങ്ങളടക്കം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ആയുധങ്ങളടക്കം എങ്ങനെ ശേഖരിക്കാൻ കഴിഞ്ഞു, കൂടാതെ ഈ തുണികൾ എങ്ങനെ ശേഖരിച്ചു, അതുപോലെ മാറി മാറി ധരിക്കാൻ എങ്ങനെ വസ്ത്രം ലഭിച്ചു, ഈ താടി വളർത്തുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതുവരെ അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. സദാസമയം CCTV നിരീക്ഷിക്കണമെന്നൊരു വ്യവസ്ഥയുണ്ട്. പക്ഷേ അതൊന്നും
പാലിച്ചില്ല, ആർക്കും ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൂടാതെ ഇത്ര വലിയൊരു മതിൽ എങ്ങനെ ചാടിക്കടന്നു എന്നുള്ള കാര്യങ്ങളിലടക്കം ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക ഘട്ടത്തിലുള്ള വിലയിരുത്തൽ. അതുപോലെ തന്നെ 4 ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അത് കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് 11 മണിക്ക് ഓൺലൈനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം വിളിക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നവർ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി, ജയിൽ മേധാവി, ജയിൽ DIG, സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. അതിൽ കൂടാതെ ഇതിൽ പ്രധാനമായും ഈ ജയിലിൽ മതിയായ സുരക്ഷാ ജീവനക്കാരില്ല എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ആ കാര്യങ്ങൾ കൂടി, അതായത് എത്ര എണ്ണം അല്ലെങ്കിൽ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനും അതുപോലെ തന്നെ നടപടികളും ലഭിക്കാനുള്ള, തുടർ നടപടികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അന്വേഷിക്കുന്നത് ഇതിൽ എത്രത്തോളം, അതായത് അതിതീവ്ര സുരക്ഷ എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്രയേറെ സുരക്ഷയുള്ള ജയിൽ എന്ന് പറയുന്നിടത്ത് നിന്ന് എങ്ങനെയാണ് ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ സാധിച്ചത്, അതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ എന്ത് വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഈ ഉന്നതതല യോഗത്തിലും ചർച്ചയാകാൻ പോകുന്നത്. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ജയിലുകളിൽ ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാത്തതിനാൽ ജയിൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സുരക്ഷ ഒരുക്കാൻ കഴിയില്ല. സുരക്ഷ ഒരുക്കേണ്ട ജീവനക്കാർ മറ്റ് ജയിൽ വ്യവസായ സംരംഭങ്ങളിലും പണിയെടുക്കണം. 24 മണിക്കൂറും പണിയെടുപ്പിച്ച് മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. സംസ്ഥാനത്തെ ഓരോ ജയിലുകളിലും അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തടവുകാരാണ് ശിക്ഷ അനുഭവിച്ച കഴിയുന്നത്. എന്നാൽ തടവുകാർക്കനുസരിച്ചുള്ള സുരക്ഷാ ജീവനക്കാർ ജയിലുകളിലില്ല. 6 തടവുകാർക്ക് ഒരു ദിവസം 3 ഷിഫ്റ്റുകളിലായി 3 ജീവനക്കാർ വേണമെന്നാണ് ജയിൽ മാനദണ്ഡം. എന്നാൽ ആ നിയമങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല. സംസ്ഥാനത്തെ ജയിലുകളിൽ ആകെ 10,375 പുരുഷ തടവുകാരുണ്ട്. ജയിൽ ചട്ടമനുസരിച്ച ഇവരുടെ സുരക്ഷാ ചുമതലയ്ക്ക് 5,187 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർ വേണം. എന്നാൽ ആകെയുള്ളത് 1,284 പേർ മാത്രം. 3 APOമാർക്ക് ഒരു ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ എന്ന നിലയിൽ വേണമെന്നും നിയമമുണ്ട്. അങ്ങനെയാണെങ്കിൽ 1,729 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാർ വേണമെന്നാണ് കണക്ക്. എന്നാൽ നിലവിലുള്ള DPOമാരുടെ എണ്ണം 447 ആണ്. ആകെയുള്ള സുരക്ഷാ ജീവനക്കാരെയാണ് മറ്റ് ഓഫീസ് ഡ്യൂട്ടികൾക്കും ഉപയോഗിക്കുന്നത്. സുരക്ഷയൊരുക്കേണ്ട ജീവനക്കാർ ജയിൽ വ്യവസായ സംരംഭങ്ങളിലും പണിയെടുക്കണം. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ 2 മണിക്കൂർ തുടർച്ചയായി പണിയെടുത്താൽ 4 മണിക്കൂർ വിശ്രമം അനുവദിക്കണമെന്നാണ്. എന്നാൽ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. എല്ലാവരും 24 മണിക്കൂറും ഡ്യൂട്ടി എടുക്കണം. അമിത ജോലിഭാരം നൽകി മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു തരത്തിലുള്ള ജയിൽ നിയമങ്ങളും പാലിക്കപ്പെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. പ്രതിമാസ ഇൻസെന്റീവ് 2,000 രൂപയിൽ നിന്ന് 3,500 രൂപയായി വർദ്ധിപ്പിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ലോക്സഭയിൽ അറിയിച്ചു. NK പ്രേമചന്ദ്രൻ MPയുടെ ചോദ്യത്തിനാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി. വിനിത വിജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഇത് എന്ന് വന്ന ഉത്തരവാണ്? ഇതിപ്പോൾ ഒരു ചോദ്യത്തിന് മറുപടിയായി പറയുന്നു. എപ്പോഴാണ് ഈ ഉത്തരവ് വന്നിട്ടുള്ളത്? എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്? വേതന വർധന ഇൻസെന്റീവിൽ വർധന ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, എത്രയോ ദിവസങ്ങളായി ആശാ വർക്കേഴ്സിന്റെ സമരം അതിവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വിവരം പുറത്തു വരുന്നത്. തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ഈ ആശാ വർക്കർമാരുടെ ശക്തമായിട്ടുള്ള സമരം നമ്മൾ കണ്ടതാണ്. ഇതിനിടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ എത്തുകയും പിന്നീട് കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ തലത്തിൽ നിന്ന് ഇപ്പോൾ ആശാ വർക്കർമാർക്കുള്ള ഒരു സഹായം, അവരുടെ ഭാഗത്ത് നിന്ന് ഉള്ള ഇൻസെന്റീവ് ഉയർത്തിയിരിക്കുകയാണ്. ഇത് മാർച്ച് 4 ചേർന്ന മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തതെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ NK പ്രേമചന്ദ്രൻ MPയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. നേരത്തെ 2,000 രൂപയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത് ഇനി മുതൽ 3,500 രൂപയായിരിക്കും നൽകുക. അതായത് നിലവിലുള്ള ഇൻസെന്റീവിൽ നിന്നും 1,500 രൂപ കൂടി വർദ്ധിപ്പിച്ച് 3,500 രൂപയിലേക്ക് അത് മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ മാർച്ച് 4 ചേർന്ന മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തതെന്നും ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്.
പിരിഞ്ഞു പോകുന്നവർക്കുള്ള ആനുകൂല്യം അത് ആദ്യഘട്ടത്തിൽ 20,000 രൂപയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ 20,000 രൂപ 50,000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ 10 വർഷം സേവനമനുഷ്ഠിച്ച് പിരിഞ്ഞു പോകുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഓണറേറിയം അടക്കം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ആശാ വർക്കർമാരുടെ സമരം നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടതാണ്. അതിശക്തമായിട്ടുള്ള സമരവുമായി അവർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പലതവണ മന്ത്രി ഇവിടെ എത്തുകയും കേന്ദ്രവുമായി ഒക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോഴിതാ ഈ മാർച്ച് 4-ന് ചേർന്ന മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഈ 2018-ൽ ആശുമാരുടെ ഗണ്യമായിട്ടുള്ള സംഭാവനയ്ക്കും അവരുടെ ഒരു പ്രതിബദ്ധതയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേക ആനുകൂല്യ പാക്കേജുകൾ അവതരിപ്പിച്ചിരുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള കവറേജുകൾ നൽകുന്നുവെന്നും ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കേന്ദ്രം പറയുന്നത്. അതായത് ഈ 5 ലക്ഷം രൂപയോളമുള്ള ഇൻഷുറൻസ് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരമാണ് ഇത്തരത്തിലേക്കുള്ള ഇൻഷുറൻസ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആനുകൂല്യവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കാവുന്ന തരത്തിലേക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ നൽകുന്നുവെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. NK പ്രേമചന്ദ്രൻ MP നൽകിയ ചോദ്യത്തിനാണ് ഈ മറുപടി. മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് കൂറ്റൻ ലീഡിലേക്ക് 7 വിക്കറ്റിന് 544 റൺസ് എന്ന നിലയിൽ 3-ാം ദിവസത്തെ ബാറ്റിംഗ് അവസാനിപ്പിച്ച ഇംഗ്ലണ്ടിന് നിലവിൽ 186 റൺസ് ലീഡുണ്ട്. ജോ റൂട്ടിന്റെ സെഞ്ചുറിയാണ് ഇംഗ്ലണ്ടിനെ ലീഡിലേക്ക് നയിച്ചത്. 150 റൺസ് എടുത്ത റൂട്ട് ടെസ്റ്റ് ക്രിക്കറ്റിലെ കാലത്തെയും മികച്ച റൺ വേട്ടക്കാരിൽ 2-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 77 റൺസുമായി ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ഇംഗ്ലണ്ടിനായി ക്രീസിലുണ്ട്. ഇന്ത്യയ്ക്കായി വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. The Great Indian Final. വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിന് ഇന്ന് തുടക്കം. കലാശക്കളിയിൽ ഇന്ത്യൻ താരങ്ങളായ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖുമാണ് ഏറ്റുമുട്ടുക. ഇന്ത്യൻ സമയം വൈകിട്ട് 4:30-ക്കാണ് ഫൈനൽ. വനിതാ ചെസ് ലോകകപ്പിലെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫൈനലിന് ഇന്ന് തുടക്കം. ആര് ജയിച്ചാലും കപ്പ് ഇന്ത്യയിലേക്ക് തന്നെ. ചരിത്ര നേട്ടം കൊണ്ടുവരിക കൊനേരു ഹംപിയോ അതോ ദിവ്യ ദേശ്മുഖോ? വനിതാ ചെസ് ലോകകപ്പിന്റെ ഫൈനലിന് ഇന്ത്യൻ താരങ്ങൾ യോഗ്യത നേടുന്നത് തന്നെ ഇത് ആദ്യമായി. ചൈനീസ് കടമ്പ കടന്നായിരുന്നു രണ്ടുപേരുടെയും ഫൈനൽ പ്രവേശം. ദിവ്യ മുൻ ലോക ചാമ്പ്യൻ ടാൻ സോങ്ങിയെ ക്ലാസിക്കൽ ഗെയിമിൽ തന്നെ വീഴ്ത്തിയപ്പോൾ ബ്ലിറ്റ്സിലേക്ക് നീണ്ട ടൈ ബ്രേക്കറിൽ ടോപ്പ് സീഡ് ലീ ടിങ് ജിയെ മലർത്തിയടിച്ചു കൊനേരു ഹംപി. ദിവ്യ ഹംപി ഫൈനലിലെ ആദ്യ ഗെയിം ഇന്നും 2-ാം ഗെയിം നാളെയും നടക്കും. ക്ലാസിക്കൽ ഫോർമാറ്റിലാണ് ഈ 2 ഗെയിമുകളും. ഈ 2 റൗണ്ടിന് ശേഷവും സ്കോർ സമനിലയിലാണെങ്കിൽ മത്സരം തിങ്കളാഴ്ചത്തെ ടൈ ബ്രേക്കറിലേക്ക് നീളും. ടൈ ബ്രേക്കറിൽ ആദ്യം 2 റാപ്പിഡ് ഗെയിമുകളാണ്. ഇതിൽ തീരുമാനമായില്ലെങ്കിൽ ബ്ലിറ്റ്സ് ഫോർമാറ്റിലൂടെയാകും ജേതാവിനെ കണ്ടെത്തുക. 38-കാരിയായ കൊനേരു ഹംപി നിലവിലെ റാപ്പിഡ് ലോക ജേതാവാണ്. 19-കാരിയായ ദിവ്യ ലോക ചെസ്സിലെ യങ് സെൻസേഷനുകളിലൊന്നും. പരിചയസമ്പത്തും യുവാവേശവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടിയാണ് ഈ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫൈനൽ. സ്പോർട്സ് ഡെസ്ക് 24. കാഞ്ഞങ്ങാട് പടന്നക്കാട് അപകടത്തിൽപ്പെട്ട ടാങ്കറിലെ പാചകവാതകം സുരക്ഷിതമായി മാറ്റി. മംഗലാപുരത്ത് നിന്നെത്തിച്ച 3 ടാങ്കറുകളിലേക്കാണ് പാചകവാതകം മാറ്റിയത്. 5 മണിക്കൂർ സമയമെടുത്താണ് ദൗത്യം പൂർത്തിയാക്കിയത്. അരുൺ പാറക്കൽ ഇപ്പോൾ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, അപ്പോൾ ആ ആശങ്ക അത് പരിഹരിക്കപ്പെടുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുൺ, ഗുഡ് മോർണിംഗ്. ഉന്മേഷ്, ഇന്നലെ രാത്രി ഈ 12 മണിയോടുകൂടിയാണ് ഈ പാചകവാതകം മാറ്റുന്ന പ്രവർത്തനം പൂർത്തിയായത്. 5 മണിക്കൂറോളം നേരം നീണ്ടുനിന്ന പ്രവർത്തനമായിരുന്നു. അതിനൊടുവിലാണ് ആശങ്ക അകറ്റിയത്. നിലവിൽ ആ ഭാഗത്തെ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. റോഡ് ഗതാഗതമൊക്കെ സാധാരണഗതിയിലേക്ക് മാറിയിട്ടുണ്ട്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരുന്നു കാഞ്ഞങ്ങാട് സൗത്ത് ദേശീയപാതയിൽ LPG ടാങ്കർ സ്വകാര്യ ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെ മറിഞ്ഞത്. തുടർന്ന് മറ്റൊരു ടാങ്കർ എത്തിച്ച് ഈ പാചകവാതകം മാറ്റുന്നതിനിടെ ചോർച്ചയുണ്ടായി. മംഗലാപുരത്ത് നിന്ന് വിദഗ്ധരെത്തിയാണ് ഈ ചോർച്ച അടച്ചത്. അതിനുശേഷം ഫയർഫോഴ്സും പോലീസും ഈ LPG ഉദ്യോഗസ്ഥരുമെല്ലാം ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തനം പൂർത്തിയാക്കിയിരിക്കുന്നത്. 3 ടാങ്കറുകളിലേക്കാണ് പൂർണ്ണമായും പാചകവാതകം മാറ്റിയിരിക്കുന്നത്. ഈ വാഹനങ്ങൾ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ കൊണ്ടുപോയിട്ടുമുണ്ട്. ഉന്മേഷ്, സ്മിത. അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.
ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്. കണ്ണൂർ കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു എന്നുള്ള വാർത്ത. പെരുവ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1:30 ഈ സംഭവം ഉണ്ടായത് എന്നുള്ള കാര്യം അരുൺ പൂപ്പറമ്പ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. മറ്റൊരു അപകടത്തിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കോട്ടയം ചിങ്ങവനത്ത് കാർ തടിലോറിയുമായി കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. തിരുവനന്തപുരം സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ടോബി, ഇത് എപ്പോഴായിരുന്നു അപകടം? എന്തൊക്കെയാണ് വിവരങ്ങൾ ടോബി? ഉന്മേഷ്, ഇന്നലെ രാത്രി 12:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ചിങ്ങവനം ഭാഗത്ത് നിന്ന് വന്ന തടി ലോറിയിലേക്ക് ഈ കാർ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇടിയുടെ ആഘാതത്തിലാണ് വാഹനം ഓടിച്ചിരുന്നയാൾ മരിച്ചത്. ഒപ്പം തന്നെ ഈ വാഹനത്തിൽ മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവരെ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ടോബി, ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ടോബി. അതിൽ വ്യക്തത കുറവുള്ളതുകൊണ്ടാണ്. കോട്ടയം ചിങ്ങവനത്താണ് കാർ തടിലോറിയുമായി കൂട്ടിയിടിച്ചത്. ഈ അപകടത്തിൽ ഒരാൾ മരിച്ചു. തിരുവനന്തപുരം സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. വീരവിജയ്. കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് വിജയ് ദിവസ് ആചരിക്കുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ, 3 സേനാ വിഭാഗങ്ങളുടെ മേധാവികൾ എന്നിവർ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കും. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ദ്രാസിൽ കാർഗിൽ വിജയ് ദിവസ് പദയാത്ര നടക്കും. വിനിത വിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനിത, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഏത് രീതിയിലാണ് ഇന്ന് ഈ ചടങ്ങുകൾ, ആഘോഷങ്ങൾ എന്നുള്ളതിനേക്കാൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു പശ്ചാത്തലം കൂടി ഉള്ളതുകൊണ്ട് ഈ വർഷം കാർഗിൽ വിജയ് ദിവസത്തിന് ആ ഒരു സവിശേഷത കൂടിയുണ്ട്? വെരി ഗുഡ് മോർണിംഗ് സ്മിത. സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന് നൽകിയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തവണത്തെ ഈ കാർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കാർഗിൽ യുദ്ധസ്മരണകൾക്ക് ഇന്ന് 26ാം ആണ്ടാണ്. വിപുലമായിട്ടുള്ള പരിപാടികളാണ് കേന്ദ്ര സർക്കാരിന്റെയൊക്കെ ഭാഗത്തു നിന്ന് ഒരുക്കിയിരിക്കുന്നത്. നുഴഞ്ഞുകയറിയ ശത്രുവിനെ തുരത്തി ഇന്ത്യൻ സൈന്യം നേടിയ ഐതിഹാസിക വിജയത്തിന്റെ ആ ഒരു വാർഷിക ആഘോഷം കാർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കുകയാണ് ഇന്ന് രാജ്യം. കാർഗിൽ വിജയ് ദിവസ് ആചരണത്തിന്റെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രി രാജ്നാഥ് സിംഗ്, ഒപ്പം തന്നെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ, 3 സേനാ വിഭാഗങ്ങളുടെയും മേധാവിമാർ എന്നിവർ ഇന്ന് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് കൂടാതെ തന്നെ ദേശീയ യുദ്ധസ്മാരകത്തിൽ അവർ പുഷ്പചക്രം അർപ്പിക്കുകയും യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ദ്രാസിൽ കാർഗിൽ വിജയ് ദിവസ് എന്ന ഒരു പദയാത്ര കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിരവധി ആളുകൾ, ഏതാണ്ട് 1000കണക്കിന് യുവാക്കൾ അതിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ വിമുക്ത ഭടന്മാർ, സായുധ സേനാ അംഗങ്ങൾ, ഈ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ എന്നിവരൊക്കെ ഈ പദയാത്രയിൽ പങ്കെടുക്കും. കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി സൈനികരുടെ ധീരതയും ത്യാഗങ്ങളെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനായി പൗരന്മാർക്ക് ഈ ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനായി ഒരു പോർട്ടൽ കൂടി ആരംഭിക്കുകയാണ്. 3 പ്രധാന പദ്ധതികൾ, ഈ പോർട്ടൽ ഉൾപ്പെടെയുള്ള 3 പ്രധാന പദ്ധതികളായിരിക്കും സൈന്യം ഇന്നു മുതൽ ആരംഭിക്കുക. സ്മിത, നോക്കാം ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. ബീഹാർ വോട്ടർ പട്ടിക പുതുക്കലിൽ ആരോടും വിവേചനമുണ്ടാകില്ലെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ. വോട്ടർ പട്ടികയിൽ അനർഹർ നുഴഞ്ഞുകയറിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ആദ്യമായല്ല സമാന രീതിയിലുള്ള പരിശോധന ഉണ്ടാകുന്നതെന്നും ചിരാഗ് പാസ്വാൻ. ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിമാരെ കണ്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. വിവിധ പദ്ധതികൾക്ക് വേണ്ട കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച. ഗോവയിൽ 3ാമതൊരു ജില്ല കൂടി രൂപീകരിക്കുന്നതിൽ മന്ത്രിസഭയുടെ അനുമതി. നോർത്ത് ഗോവയിൽ നിന്നും സൗത്ത് ഗോവയിൽ നിന്നും 4 പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്താണ് പുതിയ ജില്ല രൂപീകരിക്കുക. 2023 നവംബറിൽ നിയോഗിച്ച കമ്മിറ്റിയാണ് ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട കരട് തയ്യാറാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി വീട് കയറി പ്രചാരണം ആരംഭിച്ച നടൻ വിജയുടെ തമിഴക വെട്ടിക്കഴകം. വീടുകളിൽ ഒട്ടിക്കാൻ വിജയുടെ സ്റ്റിക്കർ കൈമാറിയാണ് പ്രചാരണ തുടക്കം. അതേസമയം ബൂത്ത് കമ്മിറ്റി പ്രവർത്തനങ്ങളിൽ വിജയ് അതൃപ്തി അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. തമിഴ്നാട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ക്രൂരപീഡനം. പ്രതി അറസ്റ്റിലായത് പശ്ചിമ ബംഗാൾ സ്വദേശി.
ശോചനീയാവസ്ഥയിലായ വീട്ടിൽ മഴവെള്ളത്തിൽ ചവിട്ടി തെന്നി വീണ് നാട്ടിക MLA CC മുകുന്ദന്റെ വലത് കാലിന് ഗുരുതര പരിക്ക്. 15 ദിവസത്തെ വിശ്രമമാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ചോർന്നൊലിക്കുന്ന വീട്ടിൽ ജപ്തി ഭീഷണിയിലാണ് MLAയും കുടുംബവും താമസിക്കുന്നത്. ചോർന്നൊലിക്കുന്ന വീട്. മഴ പെയ്താൽ തട്ടിടാത്ത വീടിന്റെ ഓടുകൾക്കിടയിലൂടെ വെള്ളം കിടപ്പുമുറിയിലെത്തും. മഴ കനത്താൽ പേടിച്ച് കഴിയണം. ഇതാണ് നാട്ടിക MLA CC മുകുന്ദന്റെ വീട്. നാട്ടിലെ ജനങ്ങൾക്കാണ് ഈ അവസ്ഥയെങ്കിൽ ഇടപെടാൻ MLA തയ്യാറാണ്. സ്വന്തം കാര്യത്തിൽ എല്ലാം ഉള്ളിലൊതുക്കി ആരോടും പരിഭവമില്ലാതെ ആരുടെയും സഹായം തേടാതെ പ്രതിസന്ധികളെ നേരിടാനാണ് CC മുകുന്ദൻ ഇഷ്ടം. വായ്പാ കുടിശ്ശിക മൂലം ജപ്തിയുടെ വക്കിലാണ് ഇവരുടെ കുടുംബം. 5 സെന്റ് സ്ഥലത്താണ് MLAയുടെ വീട്. മകളുടെ വിവാഹത്തിനായി കാരമുക്ക് സഹകരണ ബാങ്കിൽ നിന്നും 10 വർഷം മുൻപ് 6 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഒരു തവണ വായ്പ പുതുക്കി. ഇപ്പോഴത്തെ കുടിശ്ശിക 18 ലക്ഷമാണ്. ജപ്തിക്കായി ബാങ്ക് നോട്ടീസ് അയച്ചു. MLA ആയതിനാൽ ഇറക്കിവിട്ട് അപമാനിച്ചില്ല. വലിയ പ്രതീക്ഷ ഒന്നും എനിക്കില്ല. എല്ലാവരും സഹായിക്കുന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല. എൻ്റെ ഈ 5.5 സെന്റ് ഭൂമി വിൽക്കും. വീട്ടിൽ ചെറിയൊരു 2 സെന്റ് ഭൂമി മേടിച്ച് അവിടെ ഒരു മാടം വെച്ച് സുന്ദരമായിട്ട് ജീവിക്കും. അങ്ങനെ വലിയ പ്രതീക്ഷകളുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ ജീവിതം എന്തായാലും മരിക്കോളം ജീവിക്കണ്ടേ? അതൊരു സാഹചര്യത്തിലാണ് ഇപ്പം എൻ്റെ മനസ്സ് തുറന്ന് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് മുകുന്ദൻ വീട്ടിനുള്ളിൽ കെട്ടിക്കിടന്ന മഴവെള്ളത്തിൽ ചവിട്ടി തെന്നി വീണ് വലതുകാലിന് ഗുരുതര പരിക്കേറ്റത്. 15 ദിവസത്തെ പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ മുകുന്ദന്റെ ആരോഗ്യവിവരം തിരക്കാൻ ആളുകൾ എത്തുന്നുണ്ട്. MLA എന്നേക്കാൾ ഉപരി നമ്മുടെ ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കാണാൻ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശോചനീയമായ വീടിൻ്റെ അവസ്ഥയൊക്കെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതേസമയം ആരും തന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും തന്റെ 5.5 സെന്റ് സ്ഥലം വിറ്റ ശേഷം 2 സെന്റ് സ്ഥലം മറ്റെവിടെയെങ്കിലും വാങ്ങി അവിടെ ഒരു മാടം വെച്ച് കെട്ടി താമസിക്കണം എന്നുമാണ് CC മുകുന്ദൻ MLAയുടെ പ്രതികരണം. 24 തൃശൂർ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. എറണാകുളം കോടനാടിനടുത്ത് പെരിയാറിന്റെ കരയിൽ പ്രകൃതി പാഠങ്ങൾ പറഞ്ഞു തരുന്ന ചെറിയൊരു വനമുണ്ട്. സന്ദർശകർക്ക് ഉൾപ്പെടെ പെരിയാറിൽ ഇറങ്ങി കുളിക്കാൻ സാധിക്കുന്ന പാണംകുഴി. വിദ്യാർത്ഥികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് കാനന ഭംഗിയും പുഴയുടെ സൗന്ദര്യവും ആസ്വദിക്കാൻ ഇവിടേക്ക് എത്തുന്നത്. കോടനാട് അഭയാരണ്യത്തിന്റെ മറ്റൊരു ഭാഗമാണ് പാണംകുഴി. കോടനാട് ആനക്കൊട്ടിലിൽ എത്തുന്നവർക്ക് പുഴയിൽ ഇറങ്ങാനോ കുളിക്കാനോ ഉള്ള സൗകര്യങ്ങളില്ല. എന്നാൽ ഇത് പരിഹരിക്കുകയാണ് ടൂറിസം വകുപ്പും വനം വകുപ്പും ചേർന്ന്. കാലങ്ങളുടെ പഴക്കമുള്ള പാണംകുഴിയിലെ കടവിൽ സന്ദർശകർക്കിറങ്ങി കുളിക്കാം. പുഴയുടെ സൗന്ദര്യം മാത്രമല്ല, വൻമരങ്ങളും ഔഷധച്ചെടികളും നിറഞ്ഞ വനമേഖല കൂടിയാണ്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വേണ്ടി ചെറിയൊരു പഠന കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നു. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ വന്നവർക്ക് ടൂറിസ്റ്റുകൾക്ക് ഇവിടെ പുഴയിലിറങ്ങി കുളിക്കാനുള്ള സൗകര്യം അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. പിന്നെ ഊഞ്ഞാലുകൾ, ഏറുമാടം. വിദ്യാർത്ഥികളുടെ ഒരു പഠന കേന്ദ്രമാണിത് ഈ വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ അവിടെ ഈ മരങ്ങൾ, ഔഷധ സസ്യങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. ഏറുമാടങ്ങളും ചെറിയ ഹട്ടുകളും ഊഞ്ഞാലുകളും ടീ ഷോപ്പുകളും അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. പുഴയിൽ ഇറങ്ങുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കാട്ടാനകൾ വെള്ളം കുടിക്കുവാനും മറ്റുമായി പാണംകുഴിയിൽ എത്താറുമുണ്ട്. എന്നാൽ ഇവയെ ചെറുക്കുവാൻ ചുറ്റിനും വൈദ്യുത കമ്പികളും വിരിച്ചിരിക്കുന്നു. ഋതുഭേദങ്ങളിൽ പെരിയാറിന് പല ഭാവങ്ങളാണ്. ആ ഭാവപകർച്ചയിൽ മുങ്ങിക്കുളിക്കുവാൻ നിരവധി പേരാണ് പാണംകുഴിയിലേക്ക് ദിവസേന എത്തുന്നത്. ഈ ഇക്കോ ടൂറിസം പദ്ധതി കേരളത്തിന്റെ ടൂറിസ്റ്റ് മേഖലയ്ക്ക് നൽകുന്ന സാധ്യതകൾ അനന്തമാണ്. ക്യാമറമാൻ അനന്തു ബി നായർക്കും ലിജുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. സർക്കാരിന്റെ സിനിമാ കോൺക്ലേവിൽ പ്രതീക്ഷയെന്ന നടിയും WCC അംഗവുമായ ദീദി ദാമോദരൻ 24നോട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിയിട്ടില്ല. റിപ്പോർട്ടിനെ കേസുകളിലേക്ക് മാത്രം ചുരുക്കരുത്. സിനിമാ പോളിസി ഇറക്കേണ്ടത് സർക്കാരാണ്.
മറ്റെല്ലാ തൊഴിലിടങ്ങളിലുമുള്ള സുരക്ഷ സിനിമാ മേഖലയിലും വേണമെന്നും ദീദി ദാമോദരൻ ആവശ്യപ്പെട്ടു. കോൺക്ലേവ് ഗവൺമെന്റ് നടത്തുന്നില്ലേ, അതിലാണല്ലോ പ്രതീക്ഷ വേണ്ടത്. നമുക്ക് കോൺക്ലേവില് പോളിസി അവതരിപ്പിക്കപ്പെടുമെങ്കിൽ അതോ ഡ്രാഫ്റ്റ് രൂപത്തിലാണോ അവതരിപ്പിക്കപ്പെടുക, ഈ കോൺക്ലേവിനെ തുടർന്ന് ചർച്ചകൾക്ക് ശേഷം വീണ്ടും ഒരു ഫൈനൽ കാര്യം ഉണ്ടാവുമോ, അതൊക്കെ നമ്മളെല്ലാവരും ഉറ്റുനോക്കുക. WCC തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ആ കേസുകൾ മാത്രമല്ല, ആ കേസുകളിലേക്ക് മാത്രം ചുരുക്കി കെട്ടുകയും അതിന് എത്രയോ വർഷം മുമ്പ് നടന്നത് തെളിവുകളുടെ അഭാവത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത കേസുകളുടെ കാര്യം പറഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ റെഡ്യൂസ് ചെയ്ത് കളയുന്നത് തെറ്റാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് മറ്റെല്ലാ തൊഴിലിടവും പോലെ തന്നെ ഒരു സ്ഥലമായിരിക്കണമല്ലോ സിനിമയും. ജയിൽ ചാടിയ ശേഷം പുലർച്ചെ 5:30 ഗോവിന്ദച്ചാമി പള്ളിക്കുന്ന് ക്ഷേത്ര പരിസരത്ത് എത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. പകൽ ഒളിച്ചിരുന്ന് രാത്രി കണ്ണൂരിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി. അരുൺ പൂപ്പറമ്പയുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അരുൺ, പുതിയ CCTV ദൃശ്യങ്ങൾ കൂടി വരുന്നു. വിവരങ്ങൾ അരുൺ. അതായത് പോലീസ് പറയുന്നതനുസരിച്ച് 4 മണിക്കും 6 മണിക്കും ഇടയിലാണ് ഈ ജയിൽ ചാട്ടം നടന്നത്. ഏകദേശം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 4:30 ഈ ജയിൽ ചാട്ടം നടന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഗോവിന്ദച്ചാമി എങ്ങോട്ട് പോയി എന്നതാണ്. പക്ഷേ ദൂരെ എവിടേക്കും പോയിട്ടില്ല എന്നതാണ് ഈ CCTV പുറത്തു വരുന്ന കൂടുതൽ CCTV ദൃശ്യങ്ങൾ അത് തെളിയിക്കുന്നത്. ഇന്നലെ ഈ തളാപ്പ് ഭാഗത്തു നിന്നുള്ള മറ്റു CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അയാൾ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ആ തളാപ്പ് DCC പരിസരത്തു നിന്നുള്ള CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് തളാപ്പ് ക്ഷേത്രത്തിന് സമീപത്തൂടെ നടന്നു പോകുന്നതാണ്. ഏകദേശം 5:30 പുലർച്ചെ 5:30 ഈ ഗോവിന്ദച്ചാമി നടന്നു പോകുന്നത്. അതായത് നമുക്ക് പോലീസിന് ഉൾപ്പെടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾ ഈ പുലർച്ചെ ജയിൽ ചാടുന്നു. അതിനുശേഷം പകൽ സമയത്ത് എവിടെയെങ്കിലും ഒരു ഒളിവ് സങ്കേതത്തിൽ പാർക്കുക. അതിനുശേഷം രാത്രി ആകുന്നത് വരെ കാത്തിരിക്കുക. പിന്നീട് അയാൾ ഈ സംസ്ഥാനം കടന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ഒരു പദ്ധതി ഇട്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി അതിന് പറ്റുന്ന ഒരു ഒളിവ് സങ്കേതം തേടിയാണ് ഈ നഗരത്തിലെ വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ച് ഈ തളാപ്പ് പള്ളിക്കുന്ന് ഭാഗത്ത് തന്നെ ഇയാൾ നടന്നു പോയത് എന്നതാണ്. ഇത്തരത്തിൽ അലഞ്ഞ് നടന്നതെന്നാണ് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ പറയുന്നത്. അത് തെളിയിക്കുന്ന, അത് സാധൂകരിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. മലയാളി ഗായകർക്കായി ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ മലയാള സംഗീത മത്സര പരിപാടി എയ്മ വോയ്സ് 2025 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. സംസ്ഥാനതല മത്സരങ്ങൾ ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 15 നടക്കും. ദക്ഷിണമേഖലാ മത്സരം ഒക്ടോബർ 26 ചെന്നൈയിലാണ്. നവംബർ 2 ഡൽഹിയിൽ വെച്ചാണ് ഉത്തരമേഖലാ മത്സരം. പശ്ചിമമേഖലാ മത്സരം നവംബർ 9 മുംബൈയിലും പൂർവ്വമേഖലാ മത്സരം നവംബർ 16 കൊൽക്കത്തയിലും. എയ്മ വോയ്സ് ഗ്രാൻഡ് ഫിനാലെ ഡിസംബർ 25 മുതൽ 28 വരെ കൊച്ചിയിലാണ്. സംസ്ഥാന മേഖലാതല മത്സരങ്ങളിലെ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും സമ്മാനമായി ലഭിക്കും. ഗ്രാൻഡ് ഫിനാലയിലെ വിജയികൾക്ക് ഒന്നാം സമ്മാനം 50,000 രൂപയും രണ്ടാം സമ്മാനം 25,000 രൂപയും മൂന്നാം സമ്മാനം 15,000 രൂപയും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളുമാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഗസ്റ്റ് 15 മുൻപായി www.myeima.org.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഓഡിഷൻ ഇന്നും നാളെയും എറണാകുളം വൈറ്റില മെർമെയ്ഡ് ഹോട്ടലിൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഓഡിഷൻ. പാട്ടുപാടാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളെയും ഓഡിഷനിലേക്ക് ക്ഷണിക്കുകയാണ്. കണ്ണൂർ കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു. പെരുവ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, എപ്പോഴായിരുന്നു ഈ സംഭവം? കണ്ണൂർ കണ്ണവത്താണ് ഈ സംഭവം ഉണ്ടായത്. വീടിന് മുകളിലേക്കാണ് മരം വീണത്. ഗൃഹനാഥൻ മരിച്ചു. പെരുവ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. അല്പസമയത്തിനകം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അരുൺ പൂപ്പറമ്പ നൽകും. സംസ്ഥാനത്തെ പലയിടങ്ങളിലും ശക്തമായ മഴയും കാറ്റുമുണ്ട്. മഴ മുന്നറിയിപ്പുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അതിനിടയിലാണ് വീടിന് മുകളിലേക്ക് മരം വീണു എന്നുള്ള വാർത്ത വരുന്നത്. ഗൃഹനാഥനൻ ഈ സംഭവത്തിൽ മരിക്കുകയും ചെയ്തു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാലദ്വീപ് സന്ദർശനം തുടരുന്നു. ഇന്ന് മാലദ്വീപിന്റെ 60ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. മാലദ്വീപിന് 4850 കോടി രൂപയുടെ വായ്പ നൽകാൻ ഇന്നലെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവുമായി നടത്തിയ ചർച്ചകളിൽ ധാരണയായിരുന്നു. സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. ഇന്നും നാളെയുമായി പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തും. രാത്രി 8 മണിക്ക് തൂത്തുക്കുടിയിലെത്തുന്ന പ്രധാനമന്ത്രി തൂത്തുക്കുടി വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ദക്ഷിണ തമിഴ്നാട്ടിൽ 4800 കോടി രൂപയുടെ വികസന പദ്ധതികളും പ്രഖ്യാപിക്കും. ഗസയിലെ ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടി. ഖത്തറിലെ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്നും പ്രതിനിധികളെ ഇസ്രായേലും അമേരിക്കയും തിരിച്ചു വിളിച്ചു. ബന്ദികളെ വീണ്ടെടുക്കുന്ന കാര്യത്തിലും ഗസയിൽ ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കാനുമുള്ള ബദൽ മാർഗങ്ങൾ പരിഗണിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി. ഹമാസിന് വെടിനിർത്തലിൽ താൽപര്യമില്ലെന്നും അവർക്ക് മരിക്കാനാണ് താൽപര്യമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രസ്താവനയിൽ കഴമ്പില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഡിജിറ്റൽ ടെക്നിക്കൽ സർവകലാശാല VC നിയമനത്തിൽ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ സുപ്രീംകോടതിയിൽ പോയതോടെ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമായി. 2 സർവകലാശാലകളിലെയും താൽക്കാലിക VCമാരുടെ നിയമനം ഇനിയും വൈകും. മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ നിയമമന്ത്രിമാരും ഗവർണറെ നേരിട്ട് കണ്ടു നടത്തിയ അനുനയ നീക്കവും പാളി. സർവകലാശാല നിയമ ഭേദഗതി നിയമത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. അതിനിടെ അധികാരപ്പോര് തുടരുന്ന കേരള സർവകലാശാലയിലും ഭരണ പ്രതിസന്ധിയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇന്നലെ കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രശ്നപരിഹാരത്തിനായി രജിസ്ട്രാർ പദവിയിൽ നിന്നും കുറച്ചു ദിവസം വിട്ടുനിൽക്കാൻ മന്ത്രി അനിൽകുമാറിനോട് ആവശ്യപ്പെട്ടു എന്നാണ് സൂചന. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് കുറ്റ്യാടി ചൂരണി മേഖലയിൽ ആശങ്കയായ കുട്ടിയാനയെ ഇന്ന് മയക്കുവെടി വെച്ചേക്കും. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ തെരച്ചിൽ നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ജനവാസ മേഖലയിൽ ആനക്കുട്ടി ഉണ്ടായിട്ടും മയക്കുവെടി വയ്ക്കാത്തതിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. ആനക്കുട്ടിയെ പിടികൂടാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്മാറില്ല എന്ന് ഉറപ്പ് ലഭിച്ചപ്പോൾ ജനം ശാന്തരായി. ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങി. SP ജിതേന്ദ്രകുമാർ ഡായമ്മ ഇന്നലെ രാത്രി ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെത്തി രേഖകൾ കൈപ്പറ്റി. ധർമ്മസ്ഥല SI സമർദ് R ഗനികറുമായി ഏറെ നേരം കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. രാത്രി അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗവും നടന്നു. ബെൽതങ്ങാടിയിൽ ക്യാമ്പ് ചെയ്താകും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ. അന്വേഷണ സംഘത്തിൽ ഇനിയും കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമെന്ന് സൂചനയുണ്ട്. SP CA സൈമൺ അന്വേഷണത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് കത്തെഴുതിയെന്നും സൂചനയുണ്ട്. കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന്. KSUവും MSFും ഒരുമിച്ച് UDSF സഖ്യമായി മത്സരിക്കാൻ അവസാന നിമിഷം ധാരണയായിരുന്നു. കഴിഞ്ഞ വർഷം UDSF സഖ്യത്തിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നു. ചെയർപേഴ്സൺ സ്ഥാനത്തിന് വേണ്ടി ഇരുവിഭാഗവും തമ്മിൽ ഉടലെടുത്ത തർക്കം അവസാന നിമിഷം KPCC ലീഗ് നേതൃതല ഇടപെടലിലാണ് സമവായത്തിലെത്തിയത്. അതേസമയം 8 വർഷത്തിന് ശേഷം യൂണിയൻ ഭരണം തിരിച്ചുപിടിക്കുകയാണ് SFIയുടെ ലക്ഷ്യം. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു.